ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകിയതിൽ സർക്കാരിനെതിരെ സംവിധായക അഞ്ജലി മേനോൻ രംഗത്തെത്തുകയാണ്. 5 വർഷമായി റിപ്പോർട്ട് പുറത്തുവിടാത്തത് ദൗർഭാഗ്യകരം. വനിതകൾക്കെതിരായ സമീപനത്തിൽ മാറ്റമില്ലെന്നും അഞ്ജലി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഹേമ കമ്മിറ്റി വ്യക്തികൾക്കെതിരെ പരാതി ഉൾക്കൊള്ളിച്ചിട്ടില്ലെന്ന മന്ത്രി സജി ചെറിയാന്റെ വാദത്തിനും തിരുത്ത്. ദുരനുഭവം നേരിട്ടവർ നേരിട്ടാണ് ഹേമ കമ്മിറ്റിയെ പരാതി അറിയിച്ചതെന്നും സംവിധായക. പരാതി എന്ന് പറയുന്നത് അവിടെ ആദ്യം ഈ കമ്മിറ്റി അവർ നിയമിച്ചപ്പോൾ അവർ ഇൻവൈറ്റ് ചെയ്തത് ഇവിടുത്തെ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് വന്ന് നേരിട്ട് തുറന്ന് പറയൂ. എന്നിട്ട് അതിന്ന് ഞങ്ങളെല്ലാവരും ഇവിടുത്തെ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണ്ട തരം എല്ലാ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മറികടക്കാനുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കും എന്നായിരുന്നു. അല്ലാതെ അവിടെ വന്നിട്ടുള്ള ഓരോ സ്ത്രീയും ആഗ്രഹിക്കുന്നത് എന്താ അറിയോ, ഇനി മേല ഇങ്ങനത്തെ അനുഭവങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഇവിടെ വന്നിരിക്കുന്നത്. അവരുടെ ഒരു ഇൻഡിവിജ്വൽ പ്രോബ്ലംസിന്റെ റീഡ്രസൽ ഇല്ല. അത് ഒരു സെപ്പറേറ്റ് റൂട്ട് ഉണ്ട്, അതിനൊരു ലീഗൽ റൂട്ടുണ്ട്, പലതുണ്ട്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് വെരി സ്ട്രോങ് പവർ സ്ട്രക്ചർ ഇൻഡസ്ട്രിക്കകത്ത്. അപ്പോൾ ആൾക്കാർക്ക് ആ ഒരു ഭയം അവർക്ക് നന്നായിട്ടുള്ളത് കൊണ്ടാണ് ഇത്രയും കാലം ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും ആരും ഒന്നും സംസാരിക്കാതെ ഇരുന്നിട്ടുള്ളത്. ഇപ്പൊ ഇങ്ങനെയൊരു സാഹചര്യം വന്നു, അവർക്ക് ആ ഒരു പ്രൈവസി വെച്ചുകൊണ്ട് തന്നെ അവർക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒത്തു വന്നപ്പോഴാണ് അതിൽ പലവരും അവർ ഇതുവരെ ആരോടും പറയാത്ത പല കാര്യങ്ങളും അവിടെ ചെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് അത് അങ്ങനത്തെ ഒരു ഫോറം ആയിട്ടാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. ദാറ്റ് ഇനി മാറ്റം വരും, ഇനി വേറെ ആർക്കും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവരുത് എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അല്ലാതെ അവരുടെ ഒരു ഇൻഡിവിജ്വൽ പ്രോബ്ലമിന്റെ റീഡ്രസിൽ മാത്രമല്ല, ഇതിൽ പലവർക്കും ഒരിക്കലും അതെല്ലാം ഓർക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അവർക്ക് ഇത് ആ ഒരു കംപ്ലൈന്റ് ചെയ്യുന്നതിന്റെ ഒരു ടോർച്ചറിന്റെ ദേ ഡോണ്ട് വാണ്ട് ടു ഗോ ത്രൂ ദാറ്റ്. ഒരിക്കലും അത് ഓർക്കാൻ താല്പര്യപ്പെടാത്ത ആൾക്കാരാണ് വന്നിട്ട് സംസാരിച്ചിരിക്കുന്നത്. സോ ഇതെല്ലാവരുടെയും ഇന്റൻഷൻ ഈ സ്പേസ് ഒന്ന് ക്ലീൻ അപ്പ് ചെയ്യണം, അതാണ്. ഈ പറയുന്ന വർക്ക് കൾച്ചർ ഒരു പ്രൊഫഷണൽ സ്പേസിലേക്ക് എത്തിക്കാനാണ് എല്ലാവർക്കും ഇതിൽ താല്പര്യമുള്ളത്. ഒരു ഇൻഡിവിജ്വൽ കംപ്ലൈന്റ് റീഡ്രസൽ ദാറ്റ് ഈസ് അനദർ സ്റ്റെപ്പ്. ഇതിപ്പോ ഇവിടുത്തെ ഇൻഡസ്ട്രിയുടെ ഒരു ഇവാലുവേഷനും ഇവിടുത്തെ വർക്ക് പ്ലേസിൽ ജെൻഡർ എത്ര ഒരു പ്രാധാന്യമുണ്ട് ജെൻഡറിന് എന്ന് കാണിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ ജോലിയാണ് ശരിക്കും ഇത്രയും സമയം എടുത്തിട്ട് അവർ ചെയ്തിട്ട് പോലും നമുക്കതിന്റെ റിസൾട്ട് കാണാൻ പറ്റാണ്ടിരുന്നിരിക്കുന്നത്. അപ്പൊ അതാണ് ആദ്യം ചെയ്യേണ്ടത്. സോ ആസ് ഒരു സ്ത്രീ എന്ന നിലയ്ക്കും ഒരു ടാക്സ് പെയർ എന്ന നിലയ്ക്കും ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ നിലയ്ക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ വർക്ക് പ്ലേസ് ഒരു പ്രൊഫഷണൽ ക്ലീൻ ഈക്വൽ വർക്ക് സ്പേസിലേക്ക് എത്തിക്കുന്നത് ആണ്. അത് വരുമ്പോൾ നമ്മൾ അത്ര അങ്ങേയറ്റം പ്രതീക്ഷ വെച്ചുകൊണ്ടായിരുന്നു ഇതിനോടൊക്കെ നമ്മൾ വളരെ അധികം കോഓപ്പറേറ്റ് ചെയ്തതും എല്ലാം ചെയ്തത്. പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ട് അത് അങ്ങനെ ഒരു ആൻസറിൽ ചെന്ന് എത്തുമ്പോൾ ദാറ്റ് ഈസ് എക്സ്ട്രീംലി ഡിസപ്പോയിന്റഡ്. പിന്നെ ഇത് ചെയ്തിരിക്കുന്നത് ടാക്സ് പേയേഴ്സ് മണി വെച്ചിട്ടാണ്. അപ്പോൾ സ്ത്രീകൾ എന്ന നിലയ്ക്കും ഈ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെന്ന നിലയ്ക്കും ഒരു ടാക്സ് പേയർ എന്ന നിലയ്ക്ക് പോലും ഇത് എല്ലാവരോടും അക്കൗണ്ടബിലിറ്റി പുലർത്തേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. സോ അറ്റ്ലീസ്റ്റ് ഈ ഇത്രയും വൈകിയതിന്റെ പ്രശ്നം അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇനിയെങ്കിലും ആ വേണ്ട ഒരു എക്നോളജ്മെന്റ് വേണ്ട രീതിയിൽ ഒരു ഒഫീഷ്യലി സ്റ്റേറ്റസ് എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിന് വേണ്ട സൊല്യൂഷൻസ് ഇനിയെങ്കിലും വൈകാതെ നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.